കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ കൂടി പിടിയിൽ. കുതിരപ്പതി സ്വദേശി സോനുവാണ് പിടിയിലായത്. ഓച്ചിറ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴ വള്ളിക്കുന്നത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി മനോജ് ഉണ്ട്. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൊലപാതകത്തിൽ ഒരു പ്രതി കൂടെ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. കുതിരപ്പന്തി സ്വദേശി സോനു ആണ് കസ്റ്റഡിയിലുള്ളത്. എന്തായാലും ഈ ഓച്ചിറ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ആലപ്പുഴ വള്ളിക്കുന്നത്ത് നിന്ന് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രണ്ടുപേർ അറസ്റ്റിലായിരുന്നു. അതിന് മുൻപിലത്തെ ദിവസവും രണ്ടുപേർ അറസ്റ്റിലായിരുന്നു. അങ്ങനെ നിലവിലിപ്പോൾ 5 പ്രതികൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യപ്രതിയായിട്ടുള്ള അലുവ അതുൽ, അതോടൊപ്പം പങ്കജ് എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഈ 27-ാം തീയതിയോടുകൂടി തന്നെയാണ് ഈ ഒരു കൊലപാതകം, അതായത് പുലർച്ചെ സന്തോഷിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയാണ് ഈ കൃത്യം ചെയ്യുന്നത്. ഇതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളവരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൽ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഇരു സംഘങ്ങൾ, അതായത് ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്നാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുൻപും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട സന്തോഷ് വധശ്രമ കേസിലെ പ്രതി കൂടെയാണ്. അപ്പോൾ ഇരു സംഘങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്നുള്ള നിലയിൽ തന്നെയാണ് പോലീസ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രതികൾക്കായുള്ള അന്വേഷണം കൂടെ നടക്കുകയാണ്. ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ള അതുലിനെ ആലുവയിൽ വെച്ച് കാറ് തടഞ്ഞു നിർത്തി പോലീസ് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒടുവിലുള്ള പ്രതികൾക്കായുള്ള അന്വേഷണവും ഇപ്പോൾ തുടരുന്നുണ്ട്. അറസ്റ്റിലായ പ്രതികളെ കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള സോനുവിനെ കൂടെ മറ്റ് നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ശരി, കൊല്ലത്ത് നിന്ന് മനോജാണ് വിവരങ്ങൾ നൽകിയത്. കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിൽ ഇതുവരെ 5 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇനി പ്രധാന പ്രതികളായ 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്.